നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളറട കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ആർ ജോസ് മകന്റെ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഏറുകയാണ്. ആഭിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നിർണായകമാവുകയാണ്. കേസിൽ പ്രതിയായ മകൻ പ്രജിന്റെ ഫോണുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ പ്രജിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. പ്രജിന് 5 ഫോണുകളാണുള്ളത്. ഇതിൽ ഏതാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ ചൊല്ലി കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജോസിനെ പ്രജിൻ മർദ്ദിച്ചിരുന്നെന്നും സൂചനയുണ്ട്. ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾക്ക് 2 മാസത്തോളം പഴക്കമുണ്ടായിരുന്നു. ഇതാണ് പോലീസിനെ സംശയത്തിലാക്കിയിരിക്കുന്നത്. പ്രജിന്റെ വിദ്യാഭ്യാസത്തിനായി വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. സ്ഥലം വിറ്റാണ് പ്രജിനെ ചൈനയിൽ മെഡിക്കൽ പഠനത്തിനായി അയച്ചിരുന്നത്. എന്നാൽ പഠനത്തിന് ശേഷം മടങ്ങി വന്ന പ്രജിൻ മാതാപിതാക്കളോട് എപ്പോഴും ദേഷ്യത്തിലായിരുന്നു. പിന്നീടാണ് സിനിമ പഠിക്കാനായി കൊച്ചിയിലെ സ്ഥാപനത്തിൽ ചേർന്നത്. പോലീസ് ഈ സ്ഥാപനത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. നിലവിൽ ജോസും കുടുംബവും താമസിക്കുന്ന വീടും പറമ്പും പണയത്തിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനിടയിലാണ് പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി കൂടുതൽ പണം ആവശ്യപ്പെട്ടത്. കൊച്ചിയിൽ സിനിമാ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായെന്ന് അമ്മ സുഷമ കുമാരിയും പോലീസിനോട് പറഞ്ഞിരുന്നു. വീടിന്റെ 1ാം നിലയിലെ പ്രജിന്റെ മുറിയിലേക്ക് മാതാപിതാക്കൾക്ക് പോകാൻ ശ്രമിച്ചാൽ പ്രജിൻ ശക്തമായി എതിർത്തിരുന്നു. പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ നിന്നൊരു പ്രത്യേക ഈണത്തിലെ ശബ്ദം എപ്പോഴും മുഴങ്ങി കേൾക്കുമെന്നും അമ്മ സുഷമകുമാരി പറയുന്നു. വിവരം പോലീസിൽ അറിയിച്ചിരുന്നു. ഒരു വട്ടം പോലീസ് എത്തി താക്കീതും നൽകി. തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പ്രജിൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ മകൻ തന്നെയും മകളെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്നും സുഷമകുമാരി ഭയക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വന്നതിന് ശേഷം പ്രജിൻ പള്ളിയിൽ പോകുന്ന പതിവും ആരാധനയും നിർത്തി. പള്ളിയിലേക്ക് പോകാൻ വിളിച്ചാലും പോകാറില്ല. ബ്ലാക്ക് മാജിക്കുമായി സംഭവത്തിന് ബന്ധമുണ്ടെന്നാണ് വീട്ടുകാരുടെ സംശയം. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും വടിച്ചിരുന്നു. മുറിയിലെ മേശപ്പുറത്ത് വിചിത്ര രൂപത്തിലുള്ള പ്രതിമകളും ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു. ഫെബ്രുവരി 5 രാത്രി 9:30 പ്രജിൻ പിതാവ് ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഹാളിലെ സോഫയിൽ ചാരിക്കിടക്കുകയായിരുന്ന ജോസിന്റെ തലയിൽ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ പിന്തുടർന്ന് അടുക്കളയിൽ വെച്ച് കഴുത്തിലും നെഞ്ചിലും വെട്ടി വീഴ്ത്തി. തുടർന്ന് മരണമുറപ്പിക്കാൻ പിതാവിന്റെ കഴുത്തിറക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം കാർ ഓടിച്ച് സ്റ്റേഷനിലെത്തിയാണ് പ്രജിൻ പോലീസിൽ കീഴടങ്ങിയത്.